വത്തിക്കാനിൽ ഇന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുകയുണ്ടായി. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹം കാർഡിനൽ കോളേജ് കാർഡിനൽ കോളേജിലെ അംഗങ്ങളുമായി കാർഡിനൽസുമായി വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ആ കൂടിക്കാഴ്ചയിൽ കാർഡിനൽസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ തൻ്റെ ആ ഒരു പരമാചാര്യ കാലഘട്ടം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു പരമാചാര്യ കാലഘട്ടത്തിലെ ആ ഒരു ടോപ്പ് പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ലിയോ എന്നൊരു പേര് താൻ തിരഞ്ഞെടുത്തു എന്നതിനെ പറ്റിയുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളും ചില ആശയങ്ങളും ചില ചിന്തകളും അദ്ദേഹം കാർഡിനൽസുമായി പങ്കുവയ്ക്കുകയുണ്ടായി. ആദ്യമേ തന്നെ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു യോഗം ആരംഭിച്ചത്. മാത്രമല്ല, ആ ഒരു യോഗത്തിൽ ഈ എലക്ടേഴ്സ് ആയിട്ടുള്ള കാർഡിനൽസ്, അതായത് കോൺക്ലേവിൽ പങ്കെടുത്ത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ അധികാരമുള്ള കാർഡിനൽസ് മാത്രമല്ല, കാർഡിനൽ കോളേജിലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും തന്നെ ഇന്നത്തെ ആ ഒരു സുപ്രധാന യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഇറ്റാലിയിലാണ് മാർപ്പാപ്പ സംസാരിച്ചത്. ആദ്യമേ തന്നെ കാർഡിനൽസിനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ തൻ്റെ ആ ഒരു പ്രസംഗം ആരംഭിച്ചത്. അദ്ദേഹം പറഞ്ഞ ആ ഒരു ഇംഗ്ലീഷ് വാചകം ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. ഏറ്റവും തുടക്കത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ആ ഒരു ഇംഗ്ലീഷ് വാചകം, തുടക്കത്തിലെ ഇംഗ്ലീഷ് വാചകം ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. യു ഡിയർ കാർഡിനൽസ് ആർ ദി ക്ലോസസ്റ്റ് കൊളാബറേറ്റേഴ്സ് ഓഫ് ദി പോപ്പ്. ദിസ് ഹാസ് പ്രൂവ്ഡ് എ ഗ്രേറ്റ് കംഫർട്ട് ടു മീ ഇൻ അക്സെപ്റ്റിംഗ് എ യോക്ക് ക്ലിയർലി ഫാർ ബിയോണ്ട് മൈ ഓൺ ലിമിറ്റഡ് പവേഴ്സ് ആസ് ഇറ്റ് വുഡ് ബി ഫോർ എനി ഓഫ് us, he said. അതായത് കാർഡിനൽസ് മാർപ്പാപ്പയുടെ അടുത്ത സഹകാരികളാണ്. തീർച്ചയായിട്ടും ഈ ഒരു മുഖം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പരിധികൾക്കും അപ്പുറമാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം, നിങ്ങൾ കൂടെ ഉണ്ട് എന്ന ആ ഒരു ബലമാണ് ഈ ഒരു മുഖം സ്വീകരിക്കുവാൻ എനിക്ക് ശക്തി പകർന്നത്, എനിക്ക് ആ ഒരു ആശ്വാസം പകർന്നത് എന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാചകമാണ് അദ്ദേഹം ആരംഭത്തിൽ തന്നെ പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹം ചില കാർഡിനൽസിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അവർക്ക് പ്രത്യേകം നന്ദി പറയുകയുണ്ടായി. അദ്ദേഹം കാർഡിനൽ ജിയോവാനി ബാറ്റിസ്റ്റ റേ, അദ്ദേഹം ഡീൻ ഓഫ് ദി കാർഡിനൽ കോളേജാണ്. ഒപ്പം തന്നെ ഈ ഒരു ദിവസങ്ങളിൽ, അത് സേഡെ വെക്കാന്തെ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിന് ശേഷം പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്ന വരെയുള്ള ആ ഒരു കാലഘട്ടം, സേഡെ വെക്കാന്തെ ആ ഒരു കാലഘട്ടത്തിൽ സഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ക്യാമറലിംഗോയായി പ്രവർത്തിച്ച കാർഡിനൽ കെവിൻ ജോസഫ് ഫാരൽ എന്നിവർക്ക് പ്രത്യേകം നന്ദി പറയുകയുണ്ടായി. സേഡെ വെക്കാന്തെ ആ ഒരു കാലഘട്ടത്തിൽ സഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു ജനറൽ കോൺഗ്രിഗേഷൻ, അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച കാർഡിനൽ ജിയോവാനി ബാറ്റിസ്റ്റ റേ, ഒപ്പം തന്നെ കാർഡിനൽ കെവിൻ ഫാരൽ എന്നിവർക്ക് പ്രത്യേകം അദ്ദേഹം നന്ദി പറയുകയുണ്ടായി. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആ ഒരു ചൈതന്യത്തിൽ, ആ ഒരു ചൈതന്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആ ഒരു ആവശ്യകത, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൽ സഭയ്ക്കുണ്ടാകേണ്ട ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു സമർപ്പണത്തെ പറ്റി അദ്ദേഹം പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ലിയോ എന്നൊരു പേര് താൻ തിരഞ്ഞെടുത്തു എന്ന ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം കാർഡിനൽസിനോട് പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സഭ ഈ ഒരു കാലഘട്ടത്തിലെ ഒരു ഡിജിറ്റൽ റെവല്യൂഷനോട് കൃത്യമായിട്ട് തന്നെ ഒരു പ്രത്യുത്തരം നൽകണം എന്നൊരു കാര്യം പറയുകയുണ്ടായി. നമുക്കറിയാം, ആദ്യത്തെ ആ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ആ ഒരു സമയത്ത് സമൂഹത്തിൽ ഉയർന്ന ആ ചില സാമൂഹികമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ലിയോ 13 മാർപ്പാപ്പ രേരും നൊവാരയും എന്ന് പറയുന്ന സഭയുടെ ചരിത്രത്തിൽ തന്നെ സാമൂഹ്യ നീതിയെ സംബന്ധിച്ചുള്ള മനോഹരമായിട്ടുള്ള ഒരു ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചത്. സമാനമായിട്ടുള്ള രീതിയിൽ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലൂടെ നാം കടന്നു പോവുകയാണ്. അതൊരു ഡിജിറ്റൽ റെവല്യൂഷനാണ്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ അതൊരു ഡിജിറ്റൽ റെവല്യൂഷനാണ്. ആ ഒരു ഡിജിറ്റൽ റെവല്യൂഷനോട് കൃത്യമായി പ്രത്യുത്തരിക്കുവാൻ സഭയ്ക്ക് സാധിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്, അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ആ ഒരു കാലഘട്ടത്തിൽ ആ സാമൂഹ്യ നീതിയെക്കുറിച്ച്, സോഷ്യൽ ജസ്റ്റിസിനെക്കുറിച്ച്, ആ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ സഭയ്ക്ക് കൃത്യമായി, ലോകത്തിന് കൃത്യമായി പ്രബോധനം നൽകിയ ലിയോ 13 മാർപ്പാപ്പയുടെ ആ ഒരു ലെഗസി, അദ്ദേഹത്തിൻ്റെ പരമാചാര്യ കാലഘട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലിയോ 14 അല്ലെങ്കിൽ ലിയോ എന്നൊരു പേര് സ്വീകരിക്കുവാൻ ഇടവന്നത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ആദ്യമായിട്ടാണ് മാർപ്പാപ്പ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അദ്ദേഹം ലിയോ 14 എന്നൊരു പേര് സ്വീകരിച്ച ശേഷം പുറമേ നിന്നുള്ള മാധ്യമങ്ങളുടെയും ഒക്കെ ഒരു നിരീക്ഷണമായിരുന്നു ലിയോ 13 എന്നൊരു പേര്, അല്ലെങ്കിൽ ലിയോ 13, ലിയോ 1 എന്നിവരുടെ ആ ഒരു ലെഗസി
ലെഗസി, ആ ഒരു പരമാചാര്യ കാലഘട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുകൊണ്ടാകാം മാർപ്പാപ്പ ലയോ 14 എന്നൊരു പേര് തിരഞ്ഞെടുത്തത് എന്ന ഒരു നിരീക്ഷണമുണ്ടായിരുന്നു. എന്നാൽ മാർപ്പാപ്പയുടെ വാക്കുകളിൽ നിന്നും ഇപ്പോൾ അത് വ്യക്തമായിരിക്കുകയാണ്. എന്തുകൊണ്ട് താൻ ആ ഒരു പേര് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ മാർപ്പാപ്പ ഇന്ന് കാർഡിനൽസിനോട് പങ്കുവയ്ക്കുകയുണ്ടായി. സാമൂഹ്യ നീതിയോടും മാനുഷിക അന്തസ്സിനോടും സഭയ്ക്ക് എക്കാലത്തും ഉണ്ടായിരുന്ന ആ ഒരു സമർപ്പണത്തിൻ്റെ, അത് നടപ്പാക്കേണ്ടതിൻ്റെ ആ ഒരു സമർപ്പണം, ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രതിഫലനമാണ്, അതിൻ്റെ ഒരു സൂചകമായിട്ടാണ് ലയോ എന്നൊരു പേര് താൻ സ്വീകരിച്ചതെന്ന് ലയോ 14 മാർപ്പാപ്പ ഇന്ന് കാർഡിനൽ കോളേജിലെ കാർഡിനൽസിനോട് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയുണ്ടായി. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ അതേ ഒരു ചൈതന്യത്തിൽ സഭയെ നയിക്കുവാനുള്ള തൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹം കൂടുതൽ എടുത്തു പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനമായിട്ടുള്ള സുവിശേഷത്തിൻ്റെ ആ ഒരു ആനന്ദം, അത് തനിക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു ദിശാസൂചിക നൽകുന്നുണ്ട് എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തൻ്റെ ആ ഒരു പരമാചാര്യ കാലഘട്ടത്തെ നയിക്കുന്ന ചില ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള പ്രധാനപ്പെട്ട ചില പ്രിൻസിപ്പിൾസ് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. അത് ഏതൊക്കെയെന്ന് ഞാനൊന്ന് പറയാം. The return to the primacy of the Christ in proclamation, the missionary conversation of the entire Christian community, growth in collegiality and synodality, attention to the sensus fidei, especially in its most authentic and inclusive forms such as popular piety, love, care for at least the least and the rejected, courageous and trusting dialogue with the contemporary world. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരമാചാര്യ കാലഘട്ടത്തിൽ നാം കണ്ട ചില സുപ്രധാനമായിട്ടുള്ള ചില ഏടുകൾ തൻ്റെ ഒരു പരമാചാര്യ കാലഘട്ടത്തിലെ ചില ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആയിട്ട് ലയോ 14 മാർപ്പാപ്പ വെളിപ്പെടുത്തുകയുണ്ട്. പ്രത്യേകിച്ച് സിനഡാലിറ്റി, ഒപ്പം തന്നെ ഒരു സഭയുടെ ഒരു മിഷണറി സ്വഭാവം, ഒപ്പം തന്നെ സുവിശേഷ പ്രഘോഷണത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സുവിശേഷ പ്രഘോഷണം, ഒപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിലെ സാഹചര്യങ്ങളുമായിട്ട്, സമകാലിക സാഹചര്യങ്ങളുമായിട്ട് എപ്പോഴും ഒരു സംവാദത്തിൽ ഏർപ്പെടേണ്ടതിൻ്റെ ഒരു ആവശ്യകത, ഒപ്പം തന്നെ പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ഉണ്ടാകേണ്ട ഒരു സ്നേഹവും കരുതലും, ഇത് തൻ്റെ ഒരു പരമാചാര്യ കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആയിട്ട്, ഒരു അടിസ്ഥാന തത്വങ്ങളായിട്ട് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. അതിനുശേഷം മുൻകൂട്ടി തയ്യാറാക്കിയ ഈ ഒരു പ്രസംഗത്തിന് ശേഷം അദ്ദേഹം കാർഡിനൽസുമായിട്ട് വിവിധ തരത്തിലുള്ള ചർച്ചകളിൽ അദ്ദേഹം ഏർപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ച് കാർഡിനൽസിനെ ശ്രമിക്കുവാനും അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സജഷൻസ്, ഒപ്പം തന്നെ ഉപദേശം ഒക്കെ സ്വീകരിക്കുവാനും അദ്ദേഹം പ്രത്യേകം സമയം കണ്ടെത്തി എന്നൊരു കാര്യം കൂടി നാം പ്രത്യേകം പരാമർശിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ ആ ഒരു തയ്യാറാക്കിയ പ്രസംഗത്തിന് ശേഷമാണ് അദ്ദേഹം കാർഡിനൽസിനുമായി ഒരു സംവാദം, ഒരു ഇൻഫോർമലായിട്ടുള്ള സംവാദം, പക്ഷേ അതിൽ വളരെ ആഴത്തിലുള്ള പല അർത്ഥങ്ങളുമുണ്ട്, അർത്ഥതലങ്ങളുമുണ്ട്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. കാർഡിനൽസിനെ ശ്രവിക്കുവാനും അവരുടെ ആശയങ്ങൾ സ്വീകരിക്കുവാനും അവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുവാനും പുതിയ മാർപ്പാപ്പ തയ്യാറായി എന്ന് പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ പോൾ 6 മാർപ്പാപ്പയെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രത്യേകം തൻ്റെ ആ ഒരു പ്രസംഗം, ആ ഒരു സെഷൻ അവസാനിപ്പിച്ചത്. അതായത് 1963 തൻ്റെ പരമാചാര്യ കാലഘട്ടം ആരംഭിക്കുന്ന ആ ഒരു വേളയിൽ പോൾ 6 മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹം പരാമർശിച്ചുകൊണ്ട് കാർഡിനൽസുമായിട്ടുള്ള ആ ഒരു യോഗം അവസാനിപ്പിച്ചത്. ആ ഒരു വാചകം ഇങ്ങനെയാണ്: പാസ് ഓവർ ദി ഹോൾ വേൾഡ് ലൈക്ക് എ ഗ്രേറ്റ് ഫ്ലെയിം ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ് കൈൻഡിൽഡ് ഇൻ ഓൾ മെൻ ആൻഡ് വുമൺ ഓഫ് ഗുഡ് വിൽ. അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ജ്വാല, അത് ലോകം മുഴുവൻ അത് തീർച്ചയായിട്ടും അത് കത്തിക്കേണ്ടതിൻ്റെ, പ്രകാശിപ്പിക്കേണ്ടതിൻ്റെ ആ ഒരു പ്രാധാന്യത എടുത്തു പറഞ്ഞുകൊണ്ട് പോൾ 6 മാർപ്പാപ്പയുടെ ആ ഒരു പരാമർശങ്ങൾ 1963 തൻ്റെ പരമാചാര്യ കാലഘട്ടം ആരംഭിക്കുന്ന ആ ഒരു നാളിൽ അദ്ദേഹം പറഞ്ഞ ആ ഒരു പരാമർശമാണ് ലിയോ 14 മാർപ്പാപ്പ ഇന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് കാർഡിനൽസുമായിട്ടുള്ള ആ ഒരു മീറ്റിംഗ് അവസാനിപ്പിച്ചത്. അതായത് സ്നേഹം, വിശ്വാസം, അതിൻ്റെ ആ ഒരു തീ ലോകം മുഴുവൻ കത്തിക്കേണ്ടതിൻ്റെ ആ ഒരു പ്രാധാന്യത തീർച്ചയായിട്ടും ലിയോ 14 മാർപ്പാപ്പയുടെ പരമാചാര്യ കാലം എത്തരത്തിലായിരിക്കും അത് മുന്നോട്ട് പോവുക, അത് എങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും, എങ്ങനെ നോക്കിക്കാണണം, അല്ലെങ്കിൽ എന്തെല്ലാം അടിസ്ഥാന തത്വങ്ങളായിരിക്കും ലിയോ 14 മാർപ്പാപ്പയുടെ പരമാചാര്യ കാലത്തെ മുന്നോട്ട് നയിക്കുക എന്നതിനെ പറ്റിയുള്ള ചില സൂചനകൾ നമുക്ക് ഇന്നത്തെ കാർഡിനൽസിനോട് ലിയോ 14 മാർപ്പാപ്പ നടത്തിയ ആ ഒരു സംവാദത്തിൽ, ആ ഒരു പ്രസംഗത്തിൽ, ആ ഒരു അഭിസംബോധനയിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും നമുക്ക് ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടി
പ്രത്യേകം പ്രാർത്ഥിക്കാം. മുൻഗാമികളെ പോലെ തന്നെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പോലെ, ലിയോ 13 മാർപ്പാപ്പയെ പോലെ, ബെനഡിക്ട് 16 മാർപ്പാപ്പയെ പോലെ, ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ സഭയെ ഉന്നതങ്ങളിലേക്ക് നയിക്കുവാൻ, പുതിയ വാതായനങ്ങളിലേക്ക് നയിക്കുവാൻ, പ്രതിസന്ധികളുടെ മധ്യേ സഭാ നൗക ആടി ഉലയാതെ മുന്നോട്ട് നയിക്കുവാൻ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വത്തിക്കാനിൽ നിന്നും ക്യാമറമാൻ ആൽബിനൊപ്പം ജോർജി ജോസ്, ഷെഗിനസ്.